സാർ നമസ്കാരം. നമസ്കാരം. മുഖ്യമന്ത്രിയായ അധികാരമേറ്റ വി.ഡി. സതീശൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ മാധ്യമ സമ്മേളനം നടത്തുമ്പോൾ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല. അതായത് KS യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള സദസ്സിനോടനുബന്ധിച്ച് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ നവകേരള ബസ്സിന് കരിങ്കൊടി കാണിച്ച സംഭവവും അതേ തുടർന്ന് അവർക്ക് രക്ഷാപ്രവർത്തനം എന്ന പേരിൽ കിട്ടിയ മർദ്ദനത്തെക്കുറിച്ചുമാണ് അന്ന് വി.ഡി. സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രക്തം തെരുവിൽ വീണിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മർദ്ദനമേറ്റിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഞങ്ങൾ മറക്കില്ല, അത് ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സതീശൻ അർത്ഥോക്തിയിൽ അത് നിർത്തിക്കഴിഞ്ഞപ്പോൾ അതിൽ കൃത്യമായൊരു സന്ദേശമുണ്ടായിരുന്നു. ഇതിന് ഞങ്ങൾ പണി വെച്ചിട്ടുണ്ട്, പണി വരും. യഥാർത്ഥത്തിൽ അന്ന് പറഞ്ഞത് ശരി തന്നെയായിരുന്നു. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയും ഈ നവകേരള സദസ്സിനോടനുബന്ധിച്ച് KS യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലി ചതച്ച ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ അന്വേഷണം വേണമെന്ന് സർക്കാരിന് അവർ റിപ്പോർട്ട് നൽകുകയുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പൂഴ്ത്തിവെക്കുകയായിരുന്നു. പിന്നീട് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയപ്പോൾ നവകേരള സദസ്സിനോടനുബന്ധിച്ച് പിണറായി വിജയൻ്റെ ഗൺമാന്മാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ഉത്തരവിടുന്നു. ഷൗക്കത്തിലെ പോലെ സർവീസിൽ കറകളഞ്ഞ ഉദ്യോഗസ്ഥരായ ഒരു പറ്റം ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് SIT രൂപീകരിക്കുന്നു. SIT അതീവ ജാഗ്രതയോടുകൂടി സർക്കാരിൻ്റെ താല്പര്യം എന്തെന്ന് മനസ്സിലാക്കി വളരെ നിഷ്പക്ഷമായി തന്നെ ആ കേസ് അന്വേഷിക്കുന്നു. ആ കേസ് അന്വേഷിക്കുമ്പോഴാണ് അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ പിണറായി വിജയന് വേണ്ടി CPM-ലെ ഗുണ്ടകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന പോലീസിലെ ഗുണ്ടകൾ നടത്തിയ അഴിഞ്ഞാട്ടത്തെക്കുറിച്ച് ഷൗക്കത്ത് അലി കൃത്യമായി DGPക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു, അതിൻ്റെ ദൃശ്യങ്ങൾ കൊടുക്കുന്നു. മനഃപൂർവ്വം ആളുകളെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വലിയ മുളവടിക്കൊണ്ട് തല അടിച്ചു പൊളിക്കുമ്പോൾ തീർച്ചയായും ഒന്നുകിൽ ജീവിതകാലം മുഴുവൻ അടിയേൽക്കുന്നയാൾ തളർന്നു കിടക്കും, അല്ല എന്നുണ്ടെങ്കിൽ മരണകാരണമായി അത് മാറും. ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാർ ഗൺമാന്മാർ നടത്തിയ ഈ നരവേട്ടയ്ക്കെതിരെ നടത്തിയ കൃത്യമായ റിപ്പോർട്ടുകൾ തിരുത്തിക്കുറിച്ച് പിണറായി വിജയൻ സർക്കാരിന് അനുകൂലമാക്കി കൊടുക്കാൻ വേണ്ടി ADGP MR അജിത് കുമാർ 2 പോലീസ് ഉദ്യോഗസ്ഥരെ തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ആ റിപ്പോർട്ട് തിരുത്തിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ട് കൃത്യമായി തന്നെ ഷൗക്കത്ത് അലി കൊടുത്തിട്ടുണ്ടായിരുന്നു. ADGP MR അജിത് കുമാർ അനിൽ എന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗൺമാൻ അടക്കമുള്ള ആളുകളെ നിരവധി തവണ വിളിച്ച ഫോൺ കോളുകളുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും DGP ആ റിപ്പോർട്ട് മടക്കി അയക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിൽ വ്യക്തതയില്ല. അതായത് മുൻ ADGP എന്നാണ് പലയിടങ്ങളിലും എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ADGP MR അജിത് കുമാറിൻ്റെ പങ്ക് ഇവിടെ എങ്ങനെയാണ് പരാമർശിക്കപ്പെടുന്നത്, അതിൽ വ്യക്തത വേണം. അല്ല എന്നുണ്ടെങ്കിൽ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ കൈക്കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MR അജിത് കുമാർ കോടതിയിൽ പോയാൽ ഈ കേസ് നിലനിൽക്കില്ല എന്ന് DGP ചൂണ്ടിക്കാണിക്കുന്നു. വീണ്ടും ഷൗക്കത്ത് അലി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. വളരെ വിശദമായ റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിൻ്റെ കുറ്റകൃത്യങ്ങൾ അക്കമിട്ട് അടയാളപ്പെടുത്തി രേഖപ്പെടുത്തുന്നു. DGP അത് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആഭ്യന്തര വകുപ്പിന് DGP ആ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ടെങ്കിൽ ഈ മാസം 31-ാം തീയതി DGP വിരമിക്കുന്ന ഒഴിവിലേക്ക് സ്വാഭാവികമായും ADGP MR അജിത് കുമാറിനെ പ്രൊമോഷൻ നൽകേണ്ടതാണ്. എന്നാൽ അതിനു മുമ്പായി കൊണ്ട് ADGP MR അജിത് കുമാറിനെതിരെ ഈ രക്ഷാപ്രവർത്തന കേസുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ DGP ആയി പ്രൊമോഷൻ നൽകാൻ സാധിക്കില്ല. ഇവിടെയാണ് മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ വെട്ടിലാകുന്നത്. എന്തുകൊണ്ടാണ്? ധർമ്മസങ്കടത്തിലാകുന്നത്. എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മറന്നിട്ടില്ല എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിൽ റിപ്പോർട്ട് കൊടുത്ത് 20 ദിവസം കഴിഞ്ഞിട്ടും ആഭ്യന്തര വകുപ്പിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള നടപടി ഉണ്ടാകാത്തത് എന്നുള്ള ചോദ്യത്തിന് വി.ഡി. സതീശൻ പറഞ്ഞത് അതിന് കൃത്യമായി യഥാർത്ഥ സമയത്തിൽ നടപടി ഉണ്ടാകും. മാധ്യമങ്ങൾ പറയുന്ന സമയത്ത്, മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ നടപടി കൈക്കൊള്ളാനാവില്ലല്ലോ എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. സാർ, യഥാർത്ഥത്തിൽ വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയും എല്ലാം ADGP MR അജിത് കുമാറിനെതിരെ നടപടി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും വിഷയങ്ങളിൽ പിന്നോട്ടടിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത്, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള പെൺവാണിഭങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പെൺവാണിഭങ്ങൾ എന്ന് പറഞ്ഞാൽ പല സോളാർ അനുസരിതമാരിൽ ഉൾപ്പെടെയുള്ള പല കേസുകളെക്കുറിച്ച് ബന്ധപ്പെടുത്തി പല നേതാക്കന്മാരുടെയും പേരുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റെന്നോ വ്യത്യാസമില്ലാത്ത പല നേതാക്കന്മാരുടെയും പേരുകൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ വി.ഡി. സതീശൻ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ അദ്ദേഹത്തിന് വെട്ടിലാകുന്നുണ്ടെങ്കിൽ, പ്രതിസന്ധിയിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ലിസ്റ്റുകളിൽ എവിടെയും വി.ഡി. സതീശൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. എന്നാൽ
ഏതെങ്കിലും കക്ഷികൾ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണോ വി.ഡി. സതീശൻ ADGP MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയെടുക്കാൻ വിമുഖത കാണിക്കുന്നത്? അങ്ങനെ നടപടി എടുത്തു കഴിയുകയാണെങ്കിൽ അജിത് കുമാർ അത്തരം വിഷയങ്ങളിൽ തനിക്കറിയാവുന്ന വിഷയങ്ങൾ പുറത്തുവിടുമോ എന്നുള്ളൊരു ഭയം ഉണ്ടോ? കോൺഗ്രസിനെ അത് വീണ്ടും അസ്ഥിരപ്പെടുത്തുമോ എന്നുള്ള ചിന്ത കൊണ്ടാണോ വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നത്? എങ്ങനെയാണ് ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ കേരളത്തിൻ്റെ ഇത്തരം ഗതിവിധികൾ നേരത്തെ നോക്കിക്കണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളെന്ന രീതിയിൽ രാജ്മോഹൻ സാർ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അജിത് കുമാർ ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ്. അജിത് കുമാറിന് സാമാന്യഗതിയിൽ കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ളതായ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. ഇവിടെ അജിത് കുമാറിനെ ഏതെങ്കിലും കാര്യത്താൽ ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ കോടതിയിൽ പോയി സ്റ്റേ മേടിക്കുക, അങ്ങനെ പലതരത്തിൽ രക്ഷപ്പെടുത്താം. കേസ് പ്രൊസീഡ് ചെയ്യരുത്, പെൻഡിങ് വെക്കണം, അങ്ങനെ പല മാർഗ്ഗങ്ങളുണ്ട്. ലാവലിംഗ് കേസ് പോലെ എന്തെല്ലാം കളികൾ കളിക്കാൻ പറ്റും. സാർ, അജിത് കുമാറിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം 2 നഷ്ടങ്ങളാണ്. ഒന്ന്, DGP ആവാൻ സാധിക്കില്ല ഈ കേസിൻ്റെ നടപടി കഴിഞ്ഞാൽ. മറ്റൊന്ന്, വകുപ്പ് തല നടപടി നേരിടേണ്ടി വന്നാൽ തൊപ്പിതെറിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. എന്തായാലും നഷ്ടം തന്നെയാണ്. അല്ല, ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും സർവശക്തനായ രാഷ്ട്രീയ നേതാവ് വി.ഡി. സതീശനാണ്. നാളെ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ സതീശൻ്റെ അജിത് കുമാറിൻ്റെ ആവശ്യങ്ങൾക്ക് സതീശനും രമേശ് ചെന്നിത്തലയും വഴങ്ങിക്കൊടുക്കേണ്ടി വന്നാൽ ഉറപ്പായിട്ടും ഏറ്റവും ദുർബലനായ മുഖ്യമന്ത്രിയായിട്ട് ആര് മാറും? കാലം വി.ഡി. സതീശനെ വാഴ്ത്തും. വി.ഡി. സതീശനെ വാഴ്ത്തും. ഇവിടെ അജിത് കുമാറിൻ്റെ കയ്യിൽ എന്തെല്ലാം ആയുധങ്ങൾ കാണുന്നു സ്വയം ഒന്ന് ആലോചിച്ച് നോക്കി. 1965 PT ചാക്കോ ഒരു സ്ത്രീയെയും കൊണ്ട് കാറിൽ പോയി കാറിൽ ഉന്തുവണ്ടിക്ക് ഇടിച്ചുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ ഒരു പാർട്ടി ഉണ്ടായി. കേരള കോൺഗ്രസ് തകർന്നു. വീണ്ടും ഒരു പാർട്ടിയും അധികാരവും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടന തന്നെ മാറുകയാണ്. അതുപോലെ തന്നെ വീണ്ടും സരിതയുടെ കേസ്, അങ്ങനെ പല കേസ്, ഇപ്പം സ്വപ്ന സുരേഷിൻ്റെ കേസ്, ഇതെല്ലാം നാളെ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. പിന്നെ ഒരു പെട്ടിയിൽ ഇരിപ്പുണ്ടെണ്ണം, അതാണ് പേടിക്കേണ്ടത്. അത് അജിത് കുമാറിന് തീർച്ചയായിട്ടും മുഴുവൻ കോപ്പി പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, സിനിമാ രംഗത്തെ അഴിമതി ഇത്തരം അലുവെളുത്ത പരിപാടിയെക്കുറിച്ച് അന്വേഷിക്കാൻ വെച്ച കമ്മിറ്റി റിപ്പോർട്ടും പെട്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇതിൻ്റെ എല്ലാം സൂക്ഷിപ്പുകാരനും കസ്റ്റോഡിയനും അല്ലെങ്കിൽ ഇതെല്ലാം തപ്പിയെടുക്കാൻ മാത്രമുള്ള വൈദഗ്ധ്യമുള്ളവൻ തന്നെയായിരുന്നു അജിത് കുമാർ. സാർ, തീർച്ചയായിട്ടും അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP എന്ന രീതിയിൽ പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ തീർച്ചയായും ഇതെല്ലാം അജിത് കുമാറിന്റെ ഭണ്ഡാരത്തിലുണ്ടാവും എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. അന്ന് ഓർത്ത് നോക്കണം. അല്ലെങ്കിൽ അജിത് കുമാർ ഒരിക്കലും പിണറായി വിജയനുമായിട്ടുള്ള അത്രയ്ക്ക് മാത്രം ആത്മബന്ധം ഇല്ലെങ്കിൽ ആ ഗുണ്ടകളെ രക്ഷിക്കാനായിട്ട് പോകുമോ അജിത് കുമാർ? അതെ, പോകേണ്ട ആവശ്യമില്ലല്ലോ. അയാൾക്ക് സേഫായിട്ട് നിൽക്കാം. പുതിയ ഗവൺമെൻറ് വരാൻ പോവാണ്. അപ്പോൾ അതിന് അങ്ങനെയല്ല സ്വീകരിച്ചത്. അയാൾ അപ്പോഴും ആ ഗുണ്ടകളെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരികയാണ്. അയാൾക്ക് കൂസലില്ല, അയാളെ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ മുരളിയുടെ ആരോഗ്യവകുപ്പിലൊക്കെ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ അവനെ പുറത്താക്കിയ സസ്പെൻഷൻ ഉണ്ടായി. അതാണ് മുരളിയും ഇവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത്ര ലാഘവത്തോടുകൂടി ഈ കേസിനെ സമീപിക്കാൻ പറ്റാത്ത മറ്റെന്തോ അതിന്റെ പുറകിൽ. അതാണ്. അപ്പോൾ ഇവരുടെ രഹസ്യങ്ങൾ ഇപ്പം സരിത കൊടുത്തിരിക്കുന്ന മൊഴിയിൽ ആരുടെയൊക്കെ നേതാക്കന്മാരുടെ പേരുണ്ടെന്ന് ഏറെക്കുറെ നമുക്കൊക്കെ അറിയാം. അതിൽ ഇവരുടെ ആരെങ്കിലും പേരുണ്ടോ? അത് അജിത് കുമാറിന് അറിയാമോ? അജിത് കുമാറിന് അറിയാമെന്ന് നമ്മുടെ കൂടെ പേര് മാത്രമല്ല അറിയുന്നത്, അതിൽ ഫുൾ ഡീറ്റെയിൽസ് അതറിയാം. അല്ല, ഈ ഒരു ഘട്ടത്തിൽ അജിത് കുമാർ സരിതയുമായി വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സരിത തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെ ലൈംഗികമായി ഉപയോഗിക്കാൻ അജിത് കുമാർ പല സന്ദർഭങ്ങളിലും ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സരിതയുടെ മൊഴികളിലൂടെ തന്നെ അടങ്ങിയിട്ടുണ്ട്. അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇത്തരത്തിൽ സരിതയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതായി എനിക്കറിയാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഏതെങ്കിലും സമയത്തൊക്കെ സൗഹൃദം പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ വള്ളിപുള്ളി വിടാതെ അജിത് കുമാർ അത് ശേഖരിച്ച് വെച്ച് കാണാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെ ഉപയോഗിച്ചിരുന്നത് എപ്പോഴും പെൺ ബോംബ് തന്നെയായിരുന്നല്ലോ. അപ്പോൾ ഈ പെൺ ബോംബ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ പേര് കേട്ട ഒരു വിഷയം തന്നെയായിരുന്നു സരിതയുമായി ബന്ധപ്പെട്ട് വന്ന സോളാർ വിവാദം. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് പല നേതാക്കന്മാരുടെയും പേരുകൾ നമ്മൾ കണ്ടത്. അവർ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കൊടുത്ത കത്തിൽ അല്ലെങ്കിൽ ആ മൊഴിയിൽ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പല ആളുകളുടെയും പേരുകൾ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. പല പേരുകളും കൂട്ടിച്ചേർത്തതാണെന്ന് പറയുന്നു. എന്തായാലും അത്തരം ചില പേരുകൾ ഒരുപക്ഷെ പുറത്തു വന്നാൽ സംഘടനയ്ക്ക് ദോഷകരമാകാവുന്ന ദേശീയ നേതൃത്വത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വത്തിൻ്റെയോ എല്ലാം പേരുകൾ ഇതിലുണ്ടായിരുന്നോ എന്നുള്ളത് നമുക്കറിയില്ല. ഉണ്ട്, മന്ത്രിയുടെ പേരുണ്ട്,
നിലവിലെ ചില മന്ത്രിമാരുടെ പേരുണ്ട്. അപ്പൊ തീർച്ചയായും അത്തരം ചില ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ അത്തരം ചില പേരുകൾ പുറത്ത് വരാനുള്ള സാധ്യത തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ അജിത് കുമാറിനെതിരെയുള്ള നടപടികൾ ഇങ്ങനെ മന്ദീഭവിച്ചു പോണത് എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അന്ന് സരിത കൊടുത്ത കത്തിലും സരിത ഒളിഞ്ഞും തെളിഞ്ഞും പലപ്പോഴും പല നേതാക്കളെ കുറിച്ച് പറഞ്ഞപ്പോഴും ആ പരിസരത്തൊന്നും എവിടെയും വി ഡി സതീശൻ്റെ പേര് നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് യാതൊരു ജാള്യതയോ അല്ലെങ്കിൽ ഒരു ഉളുപ്പും കൂടാതെ അദ്ദേഹത്തിന് കൃത്യമായി സത്യസന്ധമായ കസേരയിൽ ഇരുന്ന് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. പക്ഷേ ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്ന ആൾ എന്നുകൂടി ഒരു ഉത്തരവാദിത്തം അദ്ദേഹത്തിനുള്ളതിൻ്റെ പേരിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ദേശീയ നേതാവിൻ്റെയോ പ്രാദേശിക നേതാവിൻ്റെയോ എല്ലാം പേരുകൾ ഇങ്ങനെ ചില ആളുകളുമായി ബന്ധപ്പെടുത്തി പുറത്തു വരാൻ സാധ്യതയുണ്ടെങ്കിൽ അജിത് കുമാറിനെതിരെ ഒരു നടപടിയെടുക്കുന്ന പക്ഷം ഇത് പുറത്തു വരാനുള്ള സകല സാധ്യതയും വി ഡി സതീശൻ മുന്നിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാപ്പിൽ തന്നെ ആയിരിക്കണം വി ഡി സതീശൻ എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, അജിത് കുമാർ ഈ ഇടപാടിൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു നാശത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ചാവേറായിട്ട് പ്രവർത്തിക്കാൻ സ്വയം നശിച്ചാലും വേണ്ടില്ല, എല്ലാ രഹസ്യങ്ങളും പുറത്തും നാട്ടുകാരറിയട്ടെ എന്ന് വിചാരിച്ചാൽ സംഗതി എല്ലാമാണ് മൊത്തം. സാർ ഇപ്പോൾ അതാണ് സാർ ചൂണ്ടിക്കാണിച്ച വളരെ വലിയൊരു പോയിന്റാണ്. കാരണം ഈ അജിത് കുമാറിൻ്റെ എല്ലാ കാലത്തെയും സ്വപ്നമായിരുന്നു DGP ആവാന്നുള്ളത്. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അതിനൊക്കെ ഒരു ശ്രമം നടന്നു, പക്ഷേ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ആ പേര് തള്ളിപ്പോയി. ഇപ്പോൾ ഈ നിലവിലുള്ള DGP വിരമിക്കാൻ സമയത്ത് ഇനിയിപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന രീതിയിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി പരിഗണിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ DGP സ്ഥാനത്തേക്ക് അവരോധിക്കാൻ സാധിക്കും. അതിന് തടസ്സമായിട്ട് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു വിഷയം തന്നെയാണ്. ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്, അതായത് ADGP MR അജിത് കുമാറിന് പ്രതികൂലമായൊരു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷന്, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് ഒരു പ്രതിസന്ധി തീർക്കുന്ന കാര്യം ഇതിലൂടെ ഉണ്ടാവുകയാണെങ്കിൽ രാജ്മോഹൻ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്തായാലും ഞാൻ തീർന്നു, പ്രൊമോഷനും ഇല്ല, എൻ്റെ തൊപ്പിയും തെറിക്കും, അങ്ങനെയാണെങ്കിൽ ചില ആളുകളെ കൂടി ഞാൻ കൊണ്ടേ പോകൂ എന്നൊരു രീതിയിൽ അതെ അങ്ങനെ അദ്ദേഹം പെരുമാറുകയാണെങ്കിൽ തീർച്ചയായും അത്തരത്തിലൊരു പെരുമാറ്റം ഭയന്നത് കൊണ്ടാവാം, ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കാം എന്ന് ഭയന്നത് കൊണ്ടാവാം ഒരുപക്ഷെ വി ഡി സതീശൻ മടിച്ചു നിൽക്കുന്നത്. വി ഡി സതീശൻ നടപടിയെടുക്കാൻ മടിക്കുന്നതായിരിക്കില്ല, വി ഡി സതീശന് പല ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. അത് ആ കേസിൽ അത്രത്തോളം ജാഗ്രത കാണിക്കേണ്ട എന്ന് പല കോണിൽ നിന്നും ഒരുപക്ഷെ സമ്മർദ്ദം ഉണ്ടായി കാണാം എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ജനങ്ങൾ അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ തെറ്റു പറയാൻ സാധിക്കില്ല. കഴിഞ്ഞകാല രാഷ്ട്രീയ സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ ചില പെൺ കേസുകളുമായി ബന്ധപ്പെട്ട് അവിടെ UDF എന്നോ LDF എന്നോ വ്യത്യാസമില്ലാതെ പല പേരുകളും നമ്മൾ കാണുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. അതിൻ്റെ സത്യാവസ്ഥ പലപ്പോഴും മാധ്യമങ്ങളിലൂടെ കണ്ടറിയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ADGP MR അജിത് കുമാറിൻ്റെ ഒരു പിടിവള്ളിയും അത് തന്നെ ആയിരിക്കാം വി ഡി സതീശനെ കുഴയ്ക്കുന്നൊരു കാര്യവും. അതൊരു വൈക്കൽത്തരമായിട്ട് മാറണം, നല്ല ശരിയാവുള്ളൂ. എന്ത് തന്നെയായാലും അത്തരത്തിലൊരു സംഭവം ഉണ്ടെങ്കിൽ പിൽക്കാലത്ത് വി ഡി സതീശനെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രതിസന്ധിയിലാക്കാനോ സമ്മർദ്ദത്തിലാഴ്ത്താനോ അത്തരം നേതാക്കൾക്ക് സാധിക്കില്ല. കാരണം ADGP MR അജിത് കുമാറിൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ വി ഡി സതീശന് കിട്ടുകയാണെങ്കിൽ രാഷ്ട്രീയമായി അതിപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അതൊരു പിടിവള്ളി ആയിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ADGP MR അജിത് കുമാറിൻ്റെ കാര്യത്തിൽ വി ഡി സതീശൻ ഏതെങ്കിലും തരത്തിലൊരു നടപടി കൈക്കൊള്ളുകയാണെങ്കിൽ ഞാൻ പറയാം, നടപടി അജിത് കുമാറിനെതിരായിട്ട് വി ഡി സതീശനും UDF ഗവൺമെൻറ് എന്തെങ്കിലും നടപടി കൈക്കൊള്ളുകയാണെങ്കിൽ അത് MR അജിത് കുമാറിൻ്റെ മൗന സമ്മതത്തോടെ ആയിരിക്കും ഇപ്പോൾ ഉറപ്പ് പറയാം. മാത്രമല്ല സ്ഫോടനാത്മകമായ തരത്തിൽ ഏതെങ്കിലും ഒരു പൊട്ടിത്തെറികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെളിപ്പെടുത്തലുകൾക്ക് അതിന് വഴിവെച്ചേക്കാം എന്നുകൂടി സാധ്യതയുണ്ട്. എന്തായാലും എന്താ നടക്കുന്നതെന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.